തമിഴ്നാട്ടിലെ നിയമസഭയിലേക്ക് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് തകർപ്പൻ വിജയം ലഭിച്ചിരിക്കുന്നു. അതായത് ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറയുന്നതായിരിക്കും ഉചിതം. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പെട്ട MLA മരണപ്പെട്ടതോടുകൂടി ആ സീറ്റ് DMKക്ക് വളരെ സ്നേഹപൂർവ്വം നൽകുകയായിരുന്നു കോൺഗ്രസ്. ആ സഹകരണത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് മുഴുവൻ സമയവും പറഞ്ഞിരുന്നത്. ഏതായാലും ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMKക്ക് വൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. 91,558 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി VC ചന്ദ്രകുമാർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. 1,15,709 വോട്ടുകളാണ് ചന്ദ്രകുമാറിന് ലഭിച്ചത്. മണ്ഡലത്തിൽ 68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥി MK സീതാലക്ഷ്മിക്ക് 24,151 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 6,109 വോട്ടുകൾ നേടി നോട്ടയാണ് മണ്ഡലത്തിൽ 3-ാം സ്ഥാനം നേടിയത്. 46ഓളം സ്ഥാനാർത്ഥികൾ ആകെ മത്സര രംഗത്തുണ്ടായിരുന്നുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയോ പിന്മാറുകയോ ചെയ്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. AIDMK, അതുപോലെ BJP, DMDK, TVK എന്നീ പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. 2011-16 കാലയളവിൽ ഇതേ മണ്ഡലത്തിൽ നിന്ന് VC ചന്ദ്രകുമാർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. നമുക്കറിയാം, അന്തരിച്ച DMDK സ്ഥാപകനും നടനുമായ വിജയകാന്തിന്റെ വിശ്വസ്തനായിരുന്നു ഇപ്പോൾ MLA ആയി വന്ന ചന്ദ്രകുമാർ. പിന്നീട് അദ്ദേഹം DMKയിൽ ചേരുകയായിരുന്നു. നമുക്കറിയാം, മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന EVKS ഇളങ്കോവൻ എന്ന പ്രമുഖ നേതാവ് മരിച്ചതോടുകൂടിയാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് തന്നെ കളമൊരുങ്ങിയത്. ആ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ അതിനു മുൻപും, ഒരു വർഷത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ മകൻ മരിച്ച അതിലൂടെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് അച്ഛൻ ഇളങ്കോവൻ MLA ആകുന്നത്. അദ്ദേഹവും മരണപ്പെട്ടതിനെ തുടർന്ന് തുടർച്ചയായുള്ള മരണങ്ങൾ താങ്ങാനാകാതെ കോൺഗ്രസ് അവിടെ വലിയ ദുഃഖത്തിൽ നിൽക്കുമ്പോഴാണ് ആ സീറ്റ് വളരെയധികം സ്നേഹപൂർവ്വം DMKയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഒത്തൊരുമയുടെ ഒരു പ്രതീകമായി DMK ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെയാണ് ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം, 1,00,000-നടുത്ത് വോട്ടുകൾക്ക്, 91,558 വോട്ടുകൾക്ക് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നത്. ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ 14 വർഷം ഇളങ്കോവനായിരുന്നു MLA. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി തന്നെ ഒരു മാറ്റിവെച്ച ഒരു മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ വളരെ വിശ്വസ്തനായി, രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായി വന്നിരുന്ന ഇളങ്കോവൻ MLA ആയ ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലം ഏറ്റെടുത്ത് DMKയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അവർ ഇന്ത്യ മുന്നണിക്ക് തന്നെ ആ വിജയം സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്.